ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് ടൈം പരീക്ഷ ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും നിങ്ങളുടെ മലയാളം എക്സാം അഥവാ ഇൻറ്റഗ്രേഷൻ ഉത്കൃതനം എന്ന പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇപ്പം കൂട്ടുകാർക്ക് സിലബസൊക്കെ മാറി വന്നിട്ടുള്ളതാണ് അല്ലേ, പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ മുന്നിൽ അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. പിന്നെ നമ്മുടെ ചാനൽ ഒത്തിരി കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ, മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഏതെങ്കിലും കൂട്ടുകാർക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി സമയം ഒട്ടും കളയണ്ട, വേഗം തന്നെ 89 രൂപയ്ക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്താലുള്ള ഗുണങ്ങൾ ഒരിക്കൽ കൂടി മിസ് പറയാം. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സും അതോടൊപ്പം തന്നെ മക്കൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8589823710 എന്ന നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. 8589823710 ഈ ഒരു നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. ഇതിന് ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ മിട്ടുമുയലും കൂട്ടുകാരും ഉത്സവത്തിന് പോയത് ഓർമ്മയില്ലേ മക്കളെ? അവരെന്ത് ചെയ്തു? ഉത്സവത്തിനെല്ലാം പോയി തിരിച്ച് നാട്ടിലേക്ക് എത്തിയില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? ബസ്സിൽ നിന്നും ഇറങ്ങി അവർ തങ്ങളുടെ കാട്ടിലേക്ക് നടക്കുകയാണ്. ഹായ്, എന്തുമാത്രം പച്ചക്കറികൾ! ഇതെല്ലാം ആരാണ് നട്ടുപിടിപ്പിച്ചത്? കിട്ടൻ കരടിക്ക് സംശയമായി. ഇത് പലതും തനിയെ മുളച്ചുണ്ടായതാ, മിട്ടുമുയൽ പറഞ്ഞു. ഓരോന്നിനും ഓരോ തരത്തിലുള്ള വിത്ത് വിതരണ രീതിയാ മിന്നുമാൻ കൂട്ടിച്ചേർത്തു. അല്ലേ മക്കളെ, നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ. ഓരോ ചെടികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള വിത്ത് വിതരണ രീതികളാണുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വിത്ത് വിതരണ രീതിക്ക് അനുസരിച്ച് തരംതിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരുപാട് ചെടികളുടെയൊക്കെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവയെ വിത്ത് വിതരണത്തിനനുസരിച്ച് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പേരിലോട്ട് പോവാം. ആദ്യം എന്താ തന്നിട്ടുള്ളത്? അസ്ത്രപ്പുല്ല്, പിന്നെ കടലാടി, ആൽമരം, അപ്പൂപ്പൻതാടി, പയ്യാനി, തെങ്ങ്, മഹാഗണി, താമര, പേര, റംബൂട്ടാൻ, ആഞ്ഞിലി, ഇത്രയും സസ്യങ്ങളുടെ പേരുകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അവയെ വിത്ത് വിതരണത്തിൻ്റെ രീതിയിലാണ് തരംതിരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അവയുടെ പേര് തന്നിട്ട് തരംതിരിക്കൂ എന്ന് മാത്രമേ തരുള്ളൂ. ഇതുപോലെ കാറ്റിലൂടെ, ജലത്തിലൂടെ, പക്ഷികളുടെ മറ്റു വിസർജ്യത്തിലൂടെ, പറ്റിപ്പിടിച്ച് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് തരില്ല. ജസ്റ്റ് തരംതിരിക്കൂ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ മക്കൾ അത് അറിഞ്ഞിട്ട് പോകണം കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് വിത്ത് വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുന്നത് എന്നുള്ളത് മക്കൾ അറിഞ്ഞു വെച്ചിട്ട് പോവുക. ഇതുപോലെ നമുക്ക് തരണമെന്നില്ല. അപ്പോൾ നോക്കിക്കേ മക്കളെ, തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് കാറ്റിലൂടെ, അതുപോലെ ഏതൊക്കെയാണ് ജലത്തിലൂടെ, ഏതൊക്കെയാണ് പക്ഷികളുടെയും മറ്റു വിസർജ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ പറ്റിപ്പിടിച്ചൊക്കെ വിത്ത് വിതരണം നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാറ്റിലൂടെ എന്നതിൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താം മക്കളെ? യെസ്, അപ്പൂപ്പൻതാടി, അതുപോലെ തന്നെ മഹാഗണി, പയ്യാനിൽ, ഇതൊക്കെ നമുക്ക് കാറ്റിലൂടെ ഉൾപ്പെടുത്താം. ജലത്തിലൂടെ നമുക്ക് പറയാം തെങ്ങ്, അതുപോലെ തന്നെ താമരയൊക്കെ എന്താണ് ജലത്തിലൂടെ നമുക്ക് പറയാം. അതുപോലെ തന്നെ പക്ഷികളുടെയും മറ്റ് വിസർജ്യത്തിലൂടെയാണ് പേര, റംബൂട്ടാൻ, ആൽമരം, ആഞ്ഞിലിയൊക്കെ നമുക്ക് പക്ഷികളുടെയും മറ്റ് ജീവികളുടെയൊക്കെ വിസർജ്യത്തിലൂടെയൊക്കെ വിത്ത് വിതരണം സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റി പിടിച്ചിട്ടുള്ളതിലാണ് ഒന്ന് അസ്ത്രപ്പുല്ലും അതുപോലെ തന്നെ കടലാടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാറി വന്ന സിലബസിൽ പുതുതായിട്ടൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ വിത്ത് വിതരണമൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പം മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. ഇനി ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, വളരെ ഈസി ആയിട്ടുള്ള കടങ്കഥയാണ്, നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. എന്താണ് മക്കളെ ആൻസർ? യെസ്, എല്ലാവർക്കും അറിയുന്നതാണ്. പാവയ്ക്കാണ് ആൻസർ വരുന്നത് അല്ലേ. നമ്മൾ കയ്പ എന്നൊക്കെ പറയും, കയ്പക്ക എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേ, അവർ തിരികെ കാട്ടിലെത്തി.
യാത്രയിലെ കാഴ്ചകളെക്കുറിച്ചായിരുന്നു മിന്നുവിൻ്റെ സംസാരം. ഉത്സവ കാഴ്ചകളും പട്ടണത്തിലെ കാഴ്ചകളും എല്ലാം ചേർത്ത് ബില്ലി പൂച്ചയ്ക്ക് കത്തെഴുതാൻ മിന്നുവിനെ സഹായിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മിന്നുമൊയിലിനെ ഓർമ്മയില്ലേ, അവർ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലേ? ഉത്സവത്തിൽ ഒത്തിരി കാഴ്ചകൾ കണ്ടു. പിന്നീട് അവർ തിരികെ വരുന്ന സമയത്ത് പട്ടണത്തിൽ ഒത്തിരി കാഴ്ചകൾ കണ്ടു. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബില്ലി പൂച്ചയ്ക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു മിന്നുമൊയിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത്, എവിടേക്കായിരുന്നു, അതിനെക്കുറിച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് പാർട്ട് 1 വീഡിയോ കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, പാർട്ട് 1 വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ബില്ലി പൂച്ചക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മക്കൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കത്തെഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മക്കളെ, ഇങ്ങനെ സ്ഥലവും തീയതിയും നമ്മൾ എഴുതണം. അതിന് മക്കൾക്ക് പ്രത്യേകം മാർക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മൾ പ്രിയപ്പെട്ട ബില്ലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഡേറ്റും പ്ലേസും അതുപോലെ തന്നെ ആരാണ് കത്ത് എഴുതിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ മക്കൾക്ക് 1-2 മാർക്ക് അവിടെ വെറുതെ നമുക്ക് സ്കോർ കിട്ടും കേട്ടോ. അപ്പം മക്കൾ കത്തൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എങ്ങനെയാണ് കത്ത് എഴുതിയിട്ടുള്ളത്, നമുക്കൊരു വരി അവിടെ തന്നിട്ടുണ്ട് അല്ലേ. പ്രിയപ്പെട്ട ബില്ലി, ഞങ്ങൾ ഇന്നലെ മുളങ്കാട്ടിൽ പൂരം കാണാൻ പോയി അല്ലേ. ഞങ്ങൾ ഇന്നലെ മുളങ്കാട്ടിൽ പൂരം കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് കത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം നോക്കിക്കേ. പന്നകം പുഴ കടന്നാണ് ഞങ്ങൾ മുളങ്കാട്ടിലേക്ക് പോയത്. ശാന്തമായി ഒഴുകുന്ന പുഴയിലൂടെ മീനുകൾ ചാടി തിമിർക്കുന്നു. വലിയൊരു കാട് കടന്നു വേണം മുളങ്കാട്ടിലെ അമ്പലത്തിലെത്താൻ. എന്തെല്ലാം മരങ്ങളാണ്, കാട്ടിൽ നിറയെ പഴങ്ങളുമുണ്ട്. പൂരപ്പറമ്പിൽ ആനയെ എഴുന്നള്ളിച്ചിരിക്കുന്ന സമയമാണ് ഞങ്ങൾ എത്തിയത്. ഡിമ്പൻ കരടിയും കൂട്ടുകാരുമാണ് ചെണ്ടമേളം നടത്തിയിരുന്നത്. അമ്പലമുറ്റും നിറയെ കളിപ്പാട്ട കച്ചവടക്കാരും ബലൂൺ കച്ചവടക്കാരും എല്ലാം ഉണ്ടായിരുന്നു. നീയും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബില്ലിക്ക് അവിടെ കത്തെഴുതുന്നത് കേട്ടോ. എന്നിട്ട് സ്നേഹപൂർവ്വം മിന്നു എന്നുള്ളതും ലാസ്റ്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കത്തിൻ്റെ ഫോർമാറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. അതെല്ലാം ഉൾപ്പെടുത്തിയാൽ മക്കൾക്ക് 1 മാർക്ക് കിട്ടും. സ്ഥലം, ഡേറ്റ്, അതുപോലെ തന്നെ സ്നേഹപൂർവ്വം എന്നെഴുതിയിട്ട് നമ്മൾ എഴുതില്ലേ. പിന്നെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിനൊരു തുടക്കവുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെറുതെ ഒരു 1-2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഒരു കത്ത് എഴുതാനും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. വാഹനങ്ങളെ തരംതിരിക്കാം എന്നതാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ മക്കളെ, നമ്മൾ പൂരത്തിന് പോയപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വാഹനങ്ങളാണ് കണ്ടത്? ഞാൻ അമ്പരന്ന് പോയി, കുരങ്ങച്ചൻ പറഞ്ഞു. വാഹനങ്ങൾ പലതരമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാഹനങ്ങളെ തരംതിരിച്ച് ശരിയായി പട്ടികയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വാഹനങ്ങളെ വിവിധ തരത്തിലുള്ള വാഹനങ്ങളെ നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളുണ്ട്, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളുണ്ട്, നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ ജോലിയുടെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളുടെ കുറച്ച് പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, കാർ, ജീപ്പ്, ഓട്ടോറിക്ഷ, സൈക്കിൾ, ലോറി, കാളവണ്ടി, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രം, ഇലക്ട്രിക് ബൈക്ക് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വാഹനങ്ങളെ നിങ്ങളുടെ അടുത്ത് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കേണ്ടതെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒന്ന് ഇന്ധനം ആവശ്യമുള്ളവ, ഇന്ധനം ആവശ്യമില്ലാത്തവ, യാത്ര ചെയ്യാൻ മറ്റാവശ്യങ്ങൾക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് തരംതിരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ടാവില്ല കേട്ടോ. മക്കൾ സ്വയം തന്നെ എന്ത് എഴുതണം, ക്ലാസിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വാഹനങ്ങളെ തരംതിരിക്കുമ്പോൾ ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം എന്ന കാര്യം മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം തന്നെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചോളാം. ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ, ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് നമുക്ക് തരംതിരിക്കാം. പിന്നെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന, അതായത് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാഹനങ്ങളെ തരംതിരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് പോകാം. നോക്കിക്കേ, ഇന്ധനം ആവശ്യമുള്ളവയാണ് കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ, ലോറി, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രം അല്ലേ. ഇതൊക്കെ എന്താണ്, ഇന്ധനം ആവശ്യമുള്ളവയാണ്. ഇനി ഇന്ധനം ആവശ്യമില്ലാത്തവയാണ് സൈക്കിള്, ഇലക്ട്രിക് ബൈക്ക്, കാളവണ്ടി അല്ലേ. ഇലക്ട്രിക് വാഹനങ്ങൾക്കൊന്നും എന്ത് വേണ്ട മക്കളെ, ഇന്ധനം ആവശ്യമില്ല അല്ലേ. ദെൻ നെക്സ്റ്റ് യാത്ര ചെയ്യാനാണ് കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ, സൈക്കിള്, ലോറി, ഇലക്ട്രിക് ബൈക്ക്. ഇതൊക്കെ എന്താണ് മക്കളെ, യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇനി മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ലോറി,
കാളവണ്ടി, ആംബുലൻസ്, മണ്ണുമാന്തി യന്ത്രമൊക്കെ എന്താണ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ. നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യം കണ്ടുവരാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാല്ലേ. നോക്കിക്കേ, ഉത്സവം കണ്ട സന്തോഷത്തിൽ മിന്നുമാനും കൂട്ടുകാരും ഒരുമിച്ച് പാടി. പാട്ടിലെ വരികൾ കൂട്ടിച്ചേർക്കൂ. അപ്പോൾ അവർ പാടിയിട്ടുള്ള പാട്ടിലെ 4 വരി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിലേക്ക് യോജിച്ച രീതിയിൽ കുറച്ചുകൂടി വരികൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അമ്പലമേട്ടിലൊരമ്പലമുണ്ടേ, അമ്പലത്തിലൊരുത്സവമുണ്ടേ, കൊമ്പു കുലുക്കും കൊമ്പനുണ്ടേ. അപ്പോൾ ഇത്രയും വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ ചേർക്കാം മക്കളെ നോക്കിക്കേ. എന്തൊരു ഭംഗി, നെറ്റിപ്പട്ടവും മമ്പട ഡിണ്ടക ചെണ്ടയുമുണ്ടേ, താളം കേട്ടവരെല്ലാവരും ബഹുതാളത്തിൽ തലയാട്ടുന്നേ, അമ്പലമുറ്റത്തെല്ലാം നിരനിരയായി കച്ചവടക്കാർ വന്നു നിരന്നു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഉത്സവത്തിന് കണ്ടിട്ടുള്ള കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരികൾ ചേർത്ത് എഴുതിയിട്ടുള്ളത്. നമുക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. മലയാളവുമായി ബന്ധപ്പെടുത്തി ടീച്ചർ പറഞ്ഞല്ലോ, മുന്നേ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടിട്ട് കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 2 ദിവസങ്ങളായിട്ടാണ് ഉത്തരദിതം അഥവാ ഇൻറ്റിഗ്രേഷൻ എക്സാം ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് പുസ്തകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. മലയാളവും EVS ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ഒരൊറ്റ ടെക്സ്റ്റ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചു പോവുക. പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഏരിയ ഒക്കെ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ടീച്ചർ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.